ഒന്ന് രാഹുൽ ഗാന്ധി, പിന്നെ ഒന്ന് പ്രിയങ്ക ഗാന്ധി, പിന്നെ നമ്മുടെ KC വേണുഗോപാൽ, പിന്നെ ഞാൻ നോക്കുമ്പോൾ ജോൺ ബ്രിട്ടാസ്, പിന്നെ നമ്മളെ റഹീം, പിന്നെ PV അബ്ദുൾ വഹാബ്, പിന്നെയോ പിന്നെ ഏതോ ഒരാളെ പേര് സന്തോഷ് കുമാർ, പിന്നെ നമ്മുടെ മൊഹുവ മൈത്ര. ക്രാക്ക്, അവര് എപ്പോഴേ ക്രാക്കാണ്. ഇവരാണ് ഇന്ത്യ ഒറ്റക്കെട്ടായി ഗാന്ധി സ്മൃതിയിൽ എത്തിയിരിക്കുന്നു. എന്താ അടിച്ചുവിടൽ! ഒരു ഇന്ത്യ മുന്നണിയും ഒറ്റക്കെട്ടല്ല, ഒരു ഇന്ത്യയും ഒറ്റക്കെട്ടല്ല. ഞാൻ നോക്കുമ്പോൾ കനിമൊഴിയില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖയായിട്ടുള്ള DMK നേതാവാണ്, പാർലമെന്റിലെ ഗർജിക്കുന്ന പെൺപുലിയ. കനിമൊഴിയില്ല. നമ്മുടെ മുലായം സിംഗിന്റെ മകൻ എന്ത് യാദവാണ്, അഖിലേഷ് യാദവ് ഇല്ല. അഖിലേഷ് യാദവ് ഇന്നലെ പാർലമെന്റ് പ്രസംഗിക്കുമ്പോൾ KC വേണുഗോപാൽ തടസ്സപ്പെടുത്തിയപ്പോ അത് മലയാള മാധ്യമങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്തില്ല. അതിനെതിരെ വലിയ വാർത്തയാണ്. അതായത് പ്രതിപക്ഷ നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തർപ്രദേശിലെ, ഈ രാജ്യത്തെ 16% ജനങ്ങളുള്ള ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണി നേരത്തെ എല്ലാ കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ച ആള് രാജ്യസഭയിൽ സംസാരിക്കുമ്പോൾ KC വേണുഗോപാൽ പറഞ്ഞത് നമ്മളെല്ലാവരും ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങളിൽ കേട്ടു. അപ്പൊ അഖിലേഷ് യാദവ് ഇല്ല, RJD ഇല്ല, DMK ഇല്ല, ശരത് പവാർ ഇല്ല, സുപ്രിയ സൂളെ പാർലമെന്റിൽ നന്നായി സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇവരാരും ഇന്നലത്തെ ഗാന്ധി സ്മൃതിയിലെ നാടകത്തിലില്ല. ആദ്യ ദിവസത്തെ നാടകത്തിൽ കോൺഗ്രസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ ദിവസത്തെ നാടകത്തിൽ നമ്മളെ കേരളത്തിലെ സഖാക്കള് കപ്പലണ്ടി വെക്കാൻ പോകുന്ന പോലെ ഇവിടുത്തെ പോയ MP-മാര് അവിടെ ജന്തർ മന്ദറിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് കുറച്ചു ദിവസമായിട്ട്. അവരും കോൺഗ്രസിന്റെ കൂടെ ചേർന്നിരിക്കുകയാണ്. നോക്കൂ, ഇത്രയും ദിവസം കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ, അവരുടെ വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസിലെയോ ലെഫ്റ്റിലെയോ ആരും പങ്കെടുത്തില്ല? ഇപ്പൊ എന്താ പങ്കെടുക്കുന്നത്? ഇപ്പൊ എന്താ പുതിയ ആവശ്യം? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അതിനിടയ്ക്ക് ഒരു പറഞ്ഞു കേട്ടു, ധർമ്മേന്ദ്ര പ്രധാന്റെ കയ്യിൽ നിന്ന് പോയി, ഇപ്പൊ ഇനി മോദി അമിത്ഷാ രാജിവെക്കണം എന്നാണ്. ചോദ്യപേപ്പർ ചോർന്നതിന് മെയ് 3-നാണ് ചോദ്യപേപ്പർ ചോരുന്നത്. മെയ് 7-ാം തീയതിയാണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ NTA ഇത് കണ്ടുപിടിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു പത്രവും അവരുടെ എക്സ്ക്ലൂസീവ് വാർത്തയായിട്ട് അടിച്ചൊന്നുമല്ല, അവരുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം കൊണ്ട് വന്നൊന്നുമല്ല, ഒരു പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതല്ല, ഗവൺമെന്റ് തന്നെ കണ്ടുപിടിച്ചതാണ്. ഇമ്മീഡിയറ്റ് എഫക്ട് ആ ദിവസം തന്നെ CBI അന്വേഷണം പ്രഖ്യാപിച്ചു. സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു CBI അന്വേഷണം പ്രഖ്യാപിക്കണ എന്തെല്ലാം നടപടിക്രമങ്ങളുണ്ട്. ഗവൺമെന്റ് ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ 2 മണിക്ക് വിവരം അറിഞ്ഞു, 5 മണിക്ക് CBI എൻക്വയറി പ്രഖ്യാപിച്ചു. 13 പേരെ 10 ദിവസം കൊണ്ട് അറസ്റ്റ് ചെയ്തു. പിന്നെ എന്ത് ചെയ്യണം? ഇവിടെ പറഞ്ഞല്ലോ, ഇമ്മീഡിയറ്റ് ആയിട്ട് പരീക്ഷ ക്യാൻസൽ ചെയ്തു. പരീക്ഷ ക്യാൻസൽ ചെയ്ത് പുതിയ പരീക്ഷ നടത്താൻ തീരുമാനിച്ചു. അപ്പൊ ഉണ്ടായിരുന്ന ഒരു ആശങ്ക എന്തായിരുന്നു? ഒരു അക്കാഡമിക് ഇയർ ഇത്രയും 22 ലക്ഷം കുട്ടികളാണ് പരീക്ഷ എഴുതിയിരിക്കുന്നത്. ഒരു അക്കാഡമിക് ഇയർ നഷ്ടമായാൽ അവരുടെ ഭാവി അത് വലിയ തോതിൽ ബാധിക്കും. ശരി, ഒരു അക്കാഡമിക് ഇയർ നഷ്ടപ്പെടാൻ പാടില്ല ഒറ്റ കുട്ടിക്കും. അതുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ, കാരണം പരീക്ഷാ പേപ്പർ ചോർത്തുന്നവർ ചെറിയ ആൾക്കാരല്ലല്ലോ. ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ, വിവര സാങ്കേതിക വിദ്യ, IT-യിലെല്ലാം ഇത്രയും വലിയ മാറ്റങ്ങൾ വന്നതുകൊണ്ട്, പിന്നെ ഇവര് വിദഗ്ധന്മാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഹാക്കേഴ്സ് ഒക്കെ ഇഷ്ടം പോലെയുള്ള സമയത്ത് ഇന്ത്യൻ ആർമിയുടെ സേവനം ഗവൺമെന്റ് തേടി. അത്ര സുരക്ഷിതമായിട്ട് പരീക്ഷ വീണ്ടും നടത്തി, ഫലം പ്രഖ്യാപിച്ചു. ഇവിടെ പറഞ്ഞ പോലെ നടപടിക്രമങ്ങൾ തുടരുകയാണ്. അപ്പൊ ഇവര് പറയുന്നു ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. എന്തിന്? ധർമ്മേന്ദ്ര പ്രധാൻ എന്താണ് ഉത്തരവാദിത്തം ഇതിൽ? പരീക്ഷ പേപ്പർ ചോർന്നു, ചോർത്തിയത് ആരാണെന്ന് കണ്ടുപിടിച്ചു. അതിന്റെ ഗൂഢാലോചനയെ സംബന്ധിച്ച് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം വീണ്ടും അന്വേഷിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ ഫാസ്റ്റ് ട്രാക്ക് കോടതിയെ തീരുമാനിച്ചു, കർശന നിയമം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എല്ലാ നടപടിക്രമങ്ങളും പോയി. നീറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയ കുട്ടി പറയുന്നു നമ്മൾ പഠിക്കണം. ഞാൻ സമരക്കാരെ ആക്ഷേപിക്കുന്നില്ല, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ബഹളം വയ്ക്കുന്നു. ചൈനയിലോ വേറെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊന്നും ഒരു സമരവും ഇല്ല, പ്രതിപക്ഷ നേതാവും ഇല്ല, വേറൊരു പാർട്ടിയും ഇല്ല, പാർലമെന്റിൽ തന്നെ ഒരു ചർച്ചയില്ല, ഒന്നുമില്ല. പക്ഷെ അവരിവിടെ പറഞ്ഞ് ഭയങ്കര ജനാധിപത്യമാണ് അവർക്കൂടെ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിച്ച 10 കൊല്ലം എത്ര പരീക്ഷ പേപ്പർ ചോർന്നു? കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇവിടെ എത്ര ചോർന്നു? 2003-ൽ SSLC പരീക്ഷ പേപ്പർ ചോദ്യം ചേരുമ്പോ ആരായിരുന്നു മുഖ്യമന്ത്രി? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്
കേരളത്തെ നടുക്കിയ ഏറ്റവും വലിയ SSLC പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നത്. നമ്മൾ ആരെങ്കിലും ഉമ്മൻചാണ്ടിയാണ് ചോർത്തിയത്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഓഫീസാണ് ചോർത്തിയത്, ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് പറഞ്ഞോ? നമ്മളെല്ലാവരും സമരം ചെയ്തുകൊണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷ, കേരളത്തിലെ ഏറ്റവും വിവാദമായിട്ടുള്ള ഈ PSCയുടെ പരീക്ഷയായിരുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷ. ഇപ്പോഴത്തെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കം അവരുടെ അനുയായികളടക്കം പ്രതിക്കൂട്ടിൽ നിന്ന ഏറ്റവും പ്രമാദമായ ഒരു ചോദ്യപേപ്പർ ചോർച്ചയായിരുന്നു, പരീക്ഷ ക്രമക്കേടായിരുന്നു. പിന്നെ ഇവിടെ പോലീസ് കോൺസ്റ്റബിളിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ PSCയുടെ ഒരു ചോദ്യപേപ്പർ ചോർന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ബഹളവും നമ്മളിവിടെ കണ്ടിട്ടില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ സർക്കാർ ആരാ ഭരിക്കുന്നത്? എത്രയെത്ര ചോദ്യപേപ്പർ ചോർച്ചകൾ നമ്മുടെ സ്റ്റേറ്റിൽ ഉണ്ടായി, എത്രയെത്ര പരീക്ഷാ ക്രമക്കേടുകൾ നമ്മുടെ സ്റ്റേറ്റിൽ ഉണ്ടായി. എന്താ, നമ്മളാരും ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യാൻ അറിയാത്തവരാണോ? ഞങ്ങളാരും പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കാൻ ഇതാണോ പ്രതിപക്ഷ ധർമ്മം? ഇത് വളരെ ആസൂത്രിതമാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മോദി 2014 അധികാരത്തിൽ വന്ന അന്ന് തുടങ്ങിയതാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള വലിയ തീവ്രമായ പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇല്ലേ? ഈ രാഹുൽ ഗാന്ധി 2 ആവശ്യത്തിനാണ് വിദേശത്ത് പോകുന്നത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആവശ്യത്തിന്, മറ്റൊന്ന് ഇന്ത്യക്കെതിരായിട്ട് സംസാരിക്കാൻ വേണ്ടി. ഈ അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയിട്ട് പറഞ്ഞത് ഇന്ത്യൻ എക്കോണമി ഒരു ഡെഡ് എക്കോണമിയാണ്. ഏത് അമേരിക്ക നാട്ടിലില്ലാത്ത ചുങ്കം ഏർപ്പെടുത്തി രാജ്യത്ത് ലോകത്തിലുള്ള എല്ലാവരെയും പിഴിഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അവർ നടുക്കടലിലാണ്. ആ രാജ്യത്ത് പോയിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് പറയാണ് ഇന്ത്യൻ എക്കോണമി മരിച്ചു കഴിഞ്ഞു. ഏത് ഗൾഫ് വാർ വന്നു, പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ കാണാത്ത വിധത്തിലുള്ള ഒരു പ്രത്യേക രൂപത്തിലും ഭാവത്തിലുമുള്ള ഒരു പ്രതിഷേധം നടത്തുന്നവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് തലയിൽ ആൾതാമസമുള്ള എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. നോക്കൂ, നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് നീറ്റ് പേപ്പർ ചോദ്യപേപ്പർ ചോർന്നപ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ആശങ്കയാണ് ഇന്ന് രാജ്യത്തെ അങ്ങേയറ്റം അവഹേളിക്കുന്ന സമരങ്ങൾ നടത്തുന്നവർ പറയുന്നത്. 2004 ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്ന CBSEയുടെ ചോദ്യപേപ്പർ ചോർന്നു. നരേന്ദ്രമോദിയല്ല ഇന്ത്യ ഭരിച്ചത്. 2006 CBSEയുടെ ചോദ്യപേപ്പർ ചോർന്നു. 2014 CBSE പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു. ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ എൻട്രൻസിന്റെ ചോദ്യപേപ്പർ 3 തവണ മൻമോഹൻ സിംഗ് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോ ഇന്ത്യ രാജ്യത്ത് ചോർന്നു. ഇന്ത്യ രാജ്യത്ത് ഓരോ സംസ്ഥാനങ്ങളിലെയും പ്രാദേശിക പരീക്ഷകളുടെ ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എക്സാമിന്റെ ചോദ്യപേപ്പർ ചോർന്നു. ഞങ്ങൾ ചോദിച്ചോട്ടെ, ആ കാലഘട്ടത്തിലൊന്നും തന്നെ ഇന്ത്യ രാജ്യത്ത് ഒരൊറ്റ പ്രതിപക്ഷ പാർട്ടിയും പ്രധാനമന്ത്രി രാജിവെക്കണം, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞ് തെരുവിൽ കലാപമുണ്ടാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടില്ല. പിന്നെന്താണിപ്പോ ഈ കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ഡൽഹിയിലൊക്കെ ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളും ചില അരാജകവാദികളൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നത്? അവര് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് പ്രയാസമുണ്ടായി. ബഹുമാനപ്പെട്ട എന്റെ പ്രസംഗം കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികളോട് ഒരു ചോദിച്ചോട്ടെ, 7 വർഷം മുമ്പ് ഈ കേരളത്തിൽ ഏകദേശം 3 ലക്ഷം പേർ പരീക്ഷ എഴുതിയിട്ടുള്ള കേരള പോലീസിന്റെ കോൺസ്റ്റബിൾ പരീക്ഷയുടെ ചോദ്യം ചോർന്നു. SFIയുടെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും അവിടുത്തെ കമ്മിറ്റി അംഗവുമായിട്ടുള്ള ശിവരഞ്ജിത്തും അതേപോലെ തന്നെ പ്രണവും ഒക്കെ ഉൾപ്പെടെയുള്ളവരാണെന്ന് റാങ്ക് നേടിയിട്ടുള്ളത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ SFIയുടെ 3 ഭാരവാഹികൾ 1ാം റാങ്കും 2ാം റാങ്കും അതേപോലെ 27ാം റാങ്കും നേടി. ഈ പരീക്ഷ എഴുതിയിട്ടുള്ള 10,000കണക്കിന് വിദ്യാർത്ഥികൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ പോയി റോഡിൽ ഇഴഞ്ഞ് സമരം നടത്തി. ഒരൊറ്റ ആക്ടിവിസ്റ്റുകളെയും ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും നമ്മൾ കണ്ടിട്ടില്ല. ആ പരീക്ഷയെക്കുറിച്ച് അന്വേഷണം നടത്തി അന്ന് വിദ്യാഭ്യാസ മന്ത്രിയോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അന്ന് പറഞ്ഞത് PSC പരീക്ഷയുടെ കോൺസ്റ്റബിൾ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടന്നിട്ടുണ്ട്, പ്രതികളെ പിടിച്ചിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് AR ക്യാമ്പിലെ 3 പോലീസ് ഉദ്യോഗസ്ഥരിൽ മാത്രം ആ കേസിന്റെ അന്വേഷണം ഒതുക്കി. ഞങ്ങളിപ്പോ ചോദിക്കുന്ന ചോദ്യം, നീറ്റിന്റെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട്
13ഓളം പ്രതികളെ ഈ രാജ്യത്തെ ഏറ്റവും കുറ്റമറ്റ അന്വേഷണ ഏജൻസി പിടിച്ചെന്ന് ജയിലിലിട്ടു. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു, ഈ രാജ്യത്തിന്റെ യുവജനതയോടാണ് ഈ രാജ്യത്തെ ഗവൺമെന്റിന് ആഭിമുഖ്യം. അതുകൊണ്ട് അതിവേഗ കോടതി സ്ഥാപിച്ചുകൊണ്ട് ഈ കുറ്റവാളികൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ നൽകും. ഞാൻ മുന്നേ സൂചിപ്പിച്ച ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പോ നീറ്റിന്റെ ചെയർമാൻ അടക്കമുള്ളവരെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി നിയമ നടപടി നേരുകയാണ്. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി, പ്രിയപ്പെട്ട പിണറായി വിജയ, നിങ്ങൾ കേരളവും ഈ രാജ്യവും ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് ഡസൻ കണക്കിന് പ്രധാനപ്പെട്ട പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നപ്പോ ഈ തരത്തിലുള്ള ഏതെങ്കിലും ഒരു നടപടികളുമായി നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടോ? അപ്പൊ വളരെ വ്യക്തമാണ്, സമരം ചെയ്യുന്നവരുടെ രൂപവും പൂർവ്വകാല ചരിത്രവും ഒക്കെ നോക്കുമ്പോൾ വളരെ കൃത്യമാണ്. കഴിഞ്ഞ 15 കൊല്ലമായി ഇന്ത്യ രാജ്യത്ത് 12 കൊല്ലമായി നരേന്ദ്രമോദി ഭരിച്ചെന്ന് പറയുന്ന പ്രധാനമന്ത്രി ഒരു രൂപയുടെ അഴിമതി നടത്താത്ത പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ 2.5 പതിറ്റാണ്ട് കാലത്തെ ഭരണ നേതൃത്വം എന്ന് പറയുന്നത് ഒരു രൂപയുടെ അഴിമതി നടത്താത്ത ഒരു പ്രധാനമന്ത്രിയാണ്. ഈ രാജ്യത്ത് വികസനം പറഞ്ഞുകൊണ്ടോ രാജ്യത്തെ ഗവൺമെന്റിന്റെ നയത്തെ എതിർത്തുകൊണ്ടോ ഈ രാജ്യത്ത് അധികാരത്തിൽ വരാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് അസ്ഥിരപ്പെടുത്തുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യം ആഗോളതലത്തിലുള്ള ഒരു സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവർ ഒരു ഭാഗത്ത്, ഈ രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ ആഗോള മുസ്ലിം ഭീകരവാദികളുടെ സംഘടന മറുഭാഗത്ത്, ഇറ്റാലിയൻ കഞ്ചാവ് മാഫിയ ലഹരി മാഫിയകളുടെ സംഘം മറുഭാഗത്ത്, ഇന്ത്യയെ നശിപ്പിക്കാൻ കെട്ടിയിറങ്ങിയിട്ടുള്ള മാവോയിസ്റ്റുകളുടെ സംഘം വീണ്ടും ഒരു ഭാഗത്ത്, ഇങ്ങനെ ഇന്ത്യയുടെ ബദ്ധശത്രുക്കളെല്ലാം തന്നെ പാകിസ്ഥാൻ ഉൾപ്പെടെ മറുഭാഗത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇന്ന് നടത്താൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറയുന്നു ജനാധിപത്യം. എന്ത് ജനാധിപത്യം? എന്താ ജനാധിപത്യത്തിന്റെ അർത്ഥം? ജനാധിപത്യം സംരക്ഷിക്കുന്നില്ല പോലും നരേന്ദ്രമോദി. ജനാധിപത്യം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം 100 വട്ടം ഈ സമരത്തെ ജനാധിപത്യം ജനാധിപത്യം എന്ന് പറയുന്ന പ്രോത്സാഹിപ്പിക്കുന്നവർ നിഘണ്ടു എടുത്ത് ജനാധിപത്യത്തിന്റെ അർത്ഥം ഒന്ന് പഠിക്കണം. ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഭരണാധികാരിയെ ജനങ്ങൾ തെരഞ്ഞെടുക്കുക, അത്തരം സംവിധാനത്തിൽ തെറ്റുകൾക്കെതിരെ ചൂണ്ടിക്കാണിക്കുക. അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോ അത് ജനാധിപത്യപരമാണെങ്കിൽ ഈ രാജ്യത്തിന്റെ നിയമ സംവിധാന ചട്ടക്കൂട്ടിൽ ഒതുങ്ങിയിരിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, കുറെ പേര് ഇവിടെ ആർമാദിക്കുന്നുണ്ടല്ലോ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ